ലോകത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു സമുദ്രമുണ്ട്. അവിടെ കപ്പലുകൾ അപ്രത്യക്ഷമാവുന്നു, അങ്ങോട്ട് പോയ വിമാനങ്ങൾ തിരികെ വരുന്നില്ല എന്ന് പറയുന്നു. ചിലർ അവിടെ സമയം പോലും മാറിപ്പോകുന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇതിലെത്രത്തോളം സത്യമുണ്ട്? ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമുദ്ര മിസ്റ്ററികളിലൊന്നായ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചാണ്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഈ വീഡിയോയിൽ ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അത് പറയുന്നില്ല. യഥാർത്ഥ സംഭവങ്ങളും ലഭ്യമായ തെളിവുകളും ശാസ്ത്രീയമായ വിശദീകരണങ്ങളും കൂടാതെ ലോകമെമ്പാടും പ്രചരിച്ച പ്രശസ്തമായ സിദ്ധാന്തങ്ങളും വ്യക്തമായി വേർതിരിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ബർമുഡ ട്രയാങ്കിൾ അതൊരു രാജ്യമല്ല, ഒരു ദ്വീപുമല്ല, ഒരു ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള സമുദ്ര മേഖലയുമല്ല. പക്ഷേ വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മിസ്റ്ററി എന്നൊരു വിശേഷണം ഈ ഒരു പ്രദേശത്തിനുണ്ട്. മിയാമി, ബർമുഡ, പ്യൂട്ടോറിക്കോ, ഈ 3 പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സമുദ്ര പ്രദേശമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ സമുദ്രം മറ്റുള്ള സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? ഇവിടെ യഥാർത്ഥത്തിൽ അസാധാരണമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതോ മനുഷ്യരുടെ ഭയവും കഥകളും എല്ലാം കൂടി സൃഷ്ടിച്ച ഒരു ഇതിഹാസം മാത്രമാണോ? അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഏകദേശം ഒരു 100 വർഷം പുറകോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി ഈ സമുദ്രം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. ബർമുഡ ട്രയാങ്കിൾ എന്ന ഈ ഒരു പേര് അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായി വന്ന ഒരു കാര്യമല്ല. പതിറ്റാണ്ടുകളായി നടന്ന ചില സംഭവങ്ങളാണ് ഈ പ്രദേശത്തെ മിസ്റ്ററിയാക്കി മാറ്റിയിട്ടുള്ളത്. ഈ പ്രദേശം ഒരു സാധാരണ ഒരു സമുദ്രപാതയായിരുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ വിമാന ഗതാഗത ഒരു മാർഗം ഈ പ്രദേശങ്ങളിലൂടെയായിരുന്നു. ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം, ഈ ബർമുഡ ട്രയാങ്കിൾ എന്നത് ഒരു രാജ്യവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥലമോ സമുദ്രപ്രദേശമോ അല്ല. യാതൊരു അന്താരാഷ്ട്ര മാപ്പുകളിലും ഇങ്ങനൊരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുമില്ല. എന്നിട്ടും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യമായ ഒരു സമുദ്ര മേഖലയായി മാറിയത് എങ്ങനെയാണ്? 1964 ഒരു ലേഖനത്തിലൂടെയാണ് ഈ ബർമുഡ ട്രയാങ്കിൾ ഈ ലോക പ്രശസ്തി നേടുന്നത്. പിന്നീട് പുസ്തകങ്ങളും ടെലിവിഷനുകളും സിനിമകളും ഈ പ്രദേശത്തെ കൂടുതൽ ദുരൂഹമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരു സമുദ്ര പ്രദേശം ലോകപ്രശസ്തമായ ഒരു ഇതിഹാസമായിട്ട് മാറി. പക്ഷേ ഇതെല്ലാം വെറും കഥകളായിരുന്നു, അതോ അവിടെ അസാധാരണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 1918 അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് എന്നൊരു ഭീമൻ ചരക്ക് കപ്പൽ ബാർബഡോസിൽ നിന്ന് യാത്ര തിരിച്ചു. അതിൽ 300-ലധികം ആളുകളും കൂടാതെ ആയിരക്കണക്കിന് ടൺ ചരക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ യാത്രയ്ക്ക് ശേഷം USS സൈക്ലോപ്സിൽ നിന്ന് ഒരു റേഡിയോ സന്ദേശം പോലും ലഭിച്ചിട്ടില്ല. ഒരു SOS ഇല്ല, ഒരു മുന്നറിയിപ്പില്ല. ആ കപ്പൽ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. ഇന്ന് വരെ USS സൈക്ലോപ്സിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പലരും ബർമുഡ ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ വലിയ മിസ്റ്ററി ഇതാണെന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിനെ നടുക്കിയത് ഈ ഒരു കപ്പൽ അപ്രത്യക്ഷമായ കഥയൊന്നുമല്ല. 5 വിമാനങ്ങൾ ഒരേ സമയം അപ്രത്യക്ഷമായി. ചരിത്രത്തിൽ ഫ്ലൈറ്റ് F-19 എന്ന് പറയുന്ന ആ ഒരു സംഭവം അതാണ്. 1945 ഡിസംബർ 5. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. TBM അവെഞ്ചർ എന്ന് പറയുന്ന 5 വിമാനങ്ങൾ സാധാരണമായിട്ടുള്ള ഒരു പരിശീലന പറക്കലിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ ഒരു ദൗത്യത്തിന് കൊടുത്ത പേരാണ് ഫ്ലൈറ്റ് 9. പരിശീലനം വളരെ സാധാരണമായിരുന്നു. പൈലറ്റുമാർക്ക് റൂട്ടൊക്കെ വളരെ പരിചിതമായിരുന്നു. കാലാവസ്ഥയും ഒരു മോശവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ദൗത്യം ചരിത്രത്തിൽ തന്നെ വലിയൊരു മിസ്റ്ററിയായി മാറുമെന്ന് ആരും കരുതിയില്ല. പരിശീലന പറക്കലിനായിട്ട് ഈ 5 വിമാനങ്ങളും ആകാശത്തേക്ക് പറന്നുയർന്നു. അതുവരെ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ ഏതാനും സമയത്തിന് ശേഷം
ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിലെ പ്രധാന പൈലറ്റായ ലൂട്ടനന്റ് ചാൾസ് ടൈലർ തൻ്റെ ഫ്ലൈറ്റിൻ്റെ ദിശ തെറ്റിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, കൺട്രോൾ, ഞങ്ങൾക്ക് ഭൂമി കാണുന്നില്ല, ഞങ്ങൾ എവിടെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെ കോമ്പസുകളൊക്കെ താളം തെറ്റിയിരിക്കുന്നു, അതൊന്നും ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഈ സന്ദേശമാണ് പിന്നീട് ലോകം മുഴുവനായിട്ട് കേട്ട വിമാന റേഡിയോ സന്ദേശങ്ങളിൽ ഒന്നായിട്ട് മാറിയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 5 വിമാനങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 5 പൈലറ്റുമാർ, അവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പ്രദേശം, എന്നിട്ടും ഈ 5 പേർക്കും ഒരേ സമയം ദിശ തെറ്റിപ്പോകുന്നു. റേഡിയോ സന്ദേശങ്ങൾ പിന്നെ ദുർബലമാകാൻ തുടങ്ങി, കാലാവസ്ഥ മാറി തുടങ്ങി, പിന്നെ ഒന്നൊന്നായി ആ ശബ്ദങ്ങൾ നിശബ്ദമായി. കുറച്ച് സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് 19 എല്ലാ ബന്ധവും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഉടൻ തന്നെ വലിയൊരു രക്ഷാദൗത്യം ആരംഭിച്ചു. ഫ്ലൈറ്റ് 19 കണ്ടെത്താൻ PBM മാരിനർ എന്നൊരു രക്ഷാവിമാനമായിരുന്നു അവരായിരുന്നു. പക്ഷേ അവിടെ അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. ഫ്ലൈറ്റ് 19 തെരഞ്ഞു പോയിട്ടുള്ള PBM മാരിനർ എന്ന് പറയുന്ന ആ വിമാനവും അപ്രത്യക്ഷമായി. ഇപ്പോൾ കാണാതായത് 5 വിമാനങ്ങളല്ല, 6 വിമാനങ്ങളാണ്. ഇതാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ കഥ ലോകമെമ്പാടും പടരാൻ കാരണമായ ഒരു സംഭവം. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അന്വേഷകർക്ക് പിന്നീട് ചില വിവരങ്ങളൊക്കെ ലഭിച്ചു. അവ ഈ സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയൊക്കെ മാറ്റാൻ തുടങ്ങി. ഫ്ലൈറ്റ് 19 ലോക ശ്രദ്ധ നേടിയതിനു ശേഷം പല ആളുകൾ ആ പഴയ സംഭവങ്ങൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. ചില വിമാനങ്ങൾ, ചില കപ്പലുകൾ ഈ പ്രദേശത്ത് കാണാതായതായിട്ടുള്ള രേഖകളിലുണ്ടായിരുന്നു. എന്നാൽ ഓരോ സംഭവത്തിനും ഒരേ കാരണം തന്നെയാണോ? അതാണ് അന്വേഷകർ കണ്ടെത്താൻ ശ്രമിച്ചത്. 1948 സ്റ്റാർ ടൈഗർ എന്നുള്ള ഒരു വിമാനം ബർമുഡയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ റേഡിയോ ബന്ധം നഷ്ടമായി. പിന്നീട് കുറേ അന്വേഷിച്ചിട്ടും ആ വിമാനത്തെ കണ്ടെത്താനായിട്ടില്ല. ഈ സംഭവം നടന്ന് ഒരു വർഷത്തിന് ശേഷം സ്റ്റാർ ഏരിയൽ എന്ന് പറയുന്ന വേറൊരു വിമാനവും ഇതേ സാഹചര്യത്തിൽ തന്നെ കാണാതായി. വീണ്ടും വലിയ തെരച്ചിലുകളും കാര്യങ്ങളെല്ലാം നടത്തി, പക്ഷേ ഒരു തെളിവുകളും കണ്ടെത്താൻ പറ്റിയില്ല. ഈ സംഭവങ്ങളൊക്കെയാണ് ആളുകളുടെ ഭയവും കൗതുകവും എല്ലാം വർദ്ധിപ്പിച്ചത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ അപകടങ്ങളെല്ലാം ഈ ഒരു ബർമുഡ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് നടന്നത് എന്ന് പറയുന്നത് ശരിയല്ല. വർഷങ്ങളായി വിവിധ അന്വേഷണങ്ങൾ ഈ സംഭവങ്ങളെ പ്രത്യേകം അന്വേഷിച്ചു. കാലാവസ്ഥ, നാവിഗേഷൻ പിശകുകൾ, മനുഷ്യരുടെ തീരുമാനങ്ങൾ, സമുദ്രത്തിൻ്റെ സ്വഭാവം, ഓരോ സാധ്യതകളും പഠിക്കപ്പെട്ടു. ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു സമുദ്രപാതയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അവിടെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അറ്റ്ലാന്റിക് സമുദ്രം അതിവേഗം മാറുന്ന കാലാവസ്ഥയ്ക്കും ശക്തമായ സമുദ്രപ്രവാഹത്തിനും പേര് കേട്ട ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഥിതി പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ ബർമുഡ ട്രയാങ്കിളിൽ ഇനി ഏതെങ്കിലും അദൃശ്യ ശക്തികളുണ്ടോ? അതോ പ്രകൃതിയുടെ ശക്തിയെയും മനുഷ്യൻ്റെ പിശകുകളെയും നമ്മൾ ഒരു മിസ്റ്ററിയായിട്ട് കാണുന്നതാണോ? ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് പോകാം. മാഗ്നറ്റിക് കോമ്പസ്, പിന്നെ അതിശക്തമായ തിരമാലകൾ, ടൈം റാമ്പ്, ഏലിയൻസ്, ഇതുപോലെയുള്ള ചില ജനപ്രിയ അവകാശവാദങ്ങളും വർഷങ്ങളായി വിവിധ ശാസ്ത്രജ്ഞരും നാവിക വിദഗ്ധരും വിമാന അപകട അന്വേഷണ വിദഗ്ധ സംഘങ്ങളും എല്ലാവരും ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കണ്ടെത്തലുകൾ അത്ഭുത ശക്തികളെക്കുറിച്ചിട്ടല്ല, പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചിട്ടാണ്. ചിലപ്പോൾ ഈ സമുദ്രത്തിൽ അതിഭയങ്കരമായ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഈ വേവ്സ്, തിരമാലകൾ രൂപപ്പെടാറുണ്ട്. അതെന്ന് പറയുന്നത് ഭീമാകാരമായ കപ്പലുകളിൽ തന്നെ വിഴുങ്ങാൻ പാകത്തക്കമുള്ള തിരമാലകളായിരിക്കും. പിന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാലാവസ്ഥ, അത് മിനിറ്റുകൾക്കുള്ളിൽ ഇപ്പോൾ കാണുന്നൊരവസ്ഥയിലായിരിക്കില്ല, അത് ടോട്ടലി മാറിയിട്ടുണ്ടാവും, ഭയാനകമായിട്ടുണ്ടാവും. മറ്റൊരു പ്രധാന കാര്യം, മനുഷ്യൻ്റെ ചില തീരുമാനങ്ങളും നാവിഗേഷൻ പിശകുകളും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മോശം കാലാവസ്ഥയിൽ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് വരാം. അറ്റ്ലാന്റിസ്, അന്യഗ്രഹ ജീവികൾ, ടൈം റാമ്പ്, ദുരൂഹ ഊർജ മണ്ഡലങ്ങൾ, ഇങ്ങനെ നിരവധി ആശയങ്ങൾ പലപ്പോഴായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പറ്റുള്ള ഒരു തെളിവുകളും ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ ബർമുഡ ട്രയാങ്കിൾ അപകടകരമായ ഒരു സ്ഥലമാണോ? അതെ,
സമുദ്രം എന്ന് പറയുന്നത് പൊതുവെ അപകടകരമായ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ ബർമുഡ ട്രയാങ്കിളിൽ അപകടം നടക്കുന്നത് കൊണ്ട് അതൊരു അപകട മേഖലയാണെന്ന് തെളിയിക്കപ്പെടാനുള്ള യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ചില മിസ്റ്ററികൾ നമ്മളെ ഭയപ്പെടുത്തും, ചിലത് നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തും. ബർമുഡ ട്രയാങ്കിൾ ഒരു പക്ഷേ ഇത് രണ്ടും ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഇന്നും ഒരു വ്യക്തമായ ഉത്തരവും എവിടെയും ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഒരു വിശ്വസനീയമായ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പ്രകൃതിയോ മനുഷ്യൻ്റെ പിശകുകളോ അതോ ഇന്നും നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും അദൃശ്യ ശക്തികളുണ്ടോ?